ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ ആ കാലത്ത് നല്ല ബഡ്ജറ്റുള്ള സിനിമയാണത് അല്ലേ? അപ്പം കാലം മാറുമ്പോൾ ഇപ്പോൾ വേഫയർ പോലൊരു പ്രൊഡക്ഷൻ ഹൗസിന് അതെടുക്കാനുള്ള ധൈര്യം വരുന്നു അല്ലേ? ആ ധൈര്യം എന്ന് പറയുന്നത് അതൊരു ഫ്രാഞ്ചൈസി മോഡലിലേക്ക് ക്രിയേറ്റ് ചെയ്യും. അതിൽ ദുൽഖർ സൽമാൻ എന്ന സൂപ്പർ സ്റ്റാർ ഇൻവോൾവ് ആവുകയും അതിൽ ടൊവിനോ തോമസ് എന്ന് പറഞ്ഞ യങ് സൂപ്പർ സ്റ്റാർ ഇൻവോൾവ് ആവുകയും അതിനെ ഒരു യൂണിവേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ചന്ദ്ര എന്ന് പറഞ്ഞു വരുന്നു അല്ലേ? അപ്പം അങ്ങനെ പ്ലേസ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്ത് അതിൻ്റെ ഇറ്റ്സ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത് വേഫെയർ ടീമിനും ദുൽഖർ സൽമാൻ അത് സെലക്ട് ചെയ്ത ദുൽഖറിനും അതിന് ട്രസ്റ്റ് ചെയ്ത വേഫെയർ ടീമിനും അതിൻ്റെ ഡയറക്ടറായ അരുൺ ഡൊമിനിക്കിനും മാത്രമുള്ളതാണ്. ഞാൻ ഈ സിനിമ ഇതിന്റെ സ്ക്രിപ്റ്റ് മുമ്പ് വേഫെയറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയാം അതിന്റെ സ്കോപ്പും അറിയാം, പല കാര്യങ്ങളും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആലോചിച്ചിരുന്നതാണ്. പ്രൊഡ്യൂസ് ചെയ്യാൻ ആലോചിച്ചിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ തമ്മിലുണ്ടായ പല ചർച്ചകൾ, ക്രിയേറ്റീവ് ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ഐ ബിലീവ് ദാറ്റ് അത് ദുൽഖറിന്റെ ടീം ഏറ്റെടുത്തുകൊണ്ടാണ് ലോക ഇങ്ങനെ ആവുന്നത്.